ഐഷ്യൂ സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കുന്നത്. രാവിലത്തെ വിശേഷം ബ്രേക്ക്ഫാസ്റ്റിലുണ്ടാക്കലാണ്. രാവിലെ തന്നെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കിളിയും കാക്കയൊക്കെ ചിലയ്ക്കുന്ന കേൾക്കാൻ നല്ല ഒരു രസമായിരുന്നു. പിന്നെ അടുക്കളയിൽ ചെന്ന് ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ തിളച്ചതിന് ശേഷമായിട്ട് നമ്മളിന്ന് മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുള്ള മുട്ടയൊക്കെ വേവിക്കാൻ വെച്ചു. അതിന് ശേഷം ഒരു ഉരുളിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ നിങ്ങൾ കടുക് ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ കടുക് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കുറയും, ഭയങ്കര ചെവപ്പായിരിക്കും, കയ്പ്പായിരിക്കും. എന്നിട്ട് എണ്ണ ചൂടായി തിളച്ചതിന് ശേഷം കടുക് ഇട്ടു. പിന്നെ ഈ അരിഞ്ഞ് വെച്ചിരുന്ന സവാള, തക്കാളി, പച്ചമുളക് എല്ലാം, കറിവേപ്പില എല്ലാം കൂടെ അതിനകത്ത് എടുത്തിട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം അതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഒരു ബൗളിനകത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഈ ഉരുളിക്കകത്ത്, ഈ കറിക്കകത്തോട്ട്, ഈ ഉള്ളി വാടിയതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആ ബൗളിനകത്ത് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഉള്ളിക്കറി ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മുട്ട പുഴുങ്ങിയതാണെങ്കിൽ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ ആ മുട്ടയ്ക്ക് ആ മസാലയെല്ലാം ഇങ്ങനെ പിടിക്കത്തുള്ളൂ. അതിനു വേണ്ടിയാണ് മുട്ട വരഞ്ഞ് വെച്ചേക്കുന്നത്. എന്നിട്ട് ആ കറിയെല്ലാം, ഗ്രേവിയെല്ലാം ആ മുട്ടയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ല മസാല കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ദോശ ചുടാനായിട്ടുള്ള മാവ് തലേദിവസം അരച്ച് വെച്ചത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തൊരു പാൻ വെച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ദോശ ചുട്ടെടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഓരോരോ ദോശകളും അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ മോൻ പറയുന്നുണ്ട്, ഉമ്മി ഒന്ന് വേഗമാവട്ടെ, വേഗം തന്നെ ഉമ്മ എനിക്കൊന്ന് ദോശ ഒന്ന് ചുട്ട് തരുമോ ഇന്നത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. മോന് 3 വയസ്സേ ഉള്ളൂ. അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞതുകൊണ്ട് സ്പീഡിൽ തന്നെ ദോശയൊക്കെ ചുട്ട് കൊടുത്ത് അവന് കൊടുത്തിട്ടുണ്ട്. അവൻ വളരെ ഹാപ്പിയായി. അങ്ങനെ കുഞ്ഞിരുന്ന് ദോശയൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം എനിക്ക് അസൈൻമെൻറ്റ് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അസൈൻമെൻറ്റ് വർക്ക് കുറച്ചൊക്കെ ഞാൻ എഴുതിയതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങിപ്പോയപ്പോൾ വീണ്ടും ഒരു 3 കുഞ്ഞു കിളികൾ ഇങ്ങനെ വന്ന് നമ്മുടെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ സ്നേഹമൊക്കെ പ്രകടിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതിനുശേഷം മക്കൾ പറയുന്നുണ്ടായിരുന്നു, ഉമ്മി എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല, കുഞ്ഞുങ്ങളുടെ ആഗ്രഹമില്ല എന്ന് വെച്ച് ഒറ്റയടി അങ്ങ് നടന്നു കൊടുത്തു. നടന്ന് എന്തായാലും ബിരിയാണി വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കുട്ടികൾ ഹാപ്പിയായി. അവർ ബിരിയാണിയൊക്കെ കഴിച്ചു സന്തോഷമായിട്ട് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങി. ഇത്രയാണ് ഇന്നത്തെ